ജമ്മുകശ്മീരിൽ ബി.ജെ.പി. രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചതിൽ വിവാദം. ബി.ജെ.പിക്ക് 28 അംഗങ്ങൾ മാത്രമായിരിക്കെ സ്ഥാനാർത്ഥി നേടിയത് 32 വോട്ടുകളാണ്. കൂറുമാറി വോട്ട് ചെയ്തത് എൻ.സി അംഗങ്ങളല്ലെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നു. ധനസുമോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ, ഇപ്പോൾ 28 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. പക്ഷേ 32 വോട്ട് ലഭിച്ചിട്ടുണ്ട്. കൂറുമാറിയിട്ടില്ല എന്നൊരു വശത്തുനിന്ന് പറയുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? സാധാരണ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് എം.എൽ.എമാർ വോട്ട് ചെയ്തതിനു ശേഷം അവരുടെ ഏജന്റുമാരെ കാണിച്ചതിന് ശേഷമാണ് അത് ബാലറ്റ് പെട്ടിയിലിടുക. എൻ.സിയുടെ നാഷണൽ കോൺഫറൻസിന്റെ ഏജന്റുമാരെ എല്ലാവരും കൃത്യമായി എം.എൽ.എമാർ കാണിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചോർന്നിരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന്റെ അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. അത് സ്വാഭാവികമായും ആ വിരൽ ചൂണ്ടുന്നത് ഒന്നുകിൽ കോൺഗ്രസിന് 6 എം.എൽ.എമാരുണ്ട്, PDP ഉണ്ട്, ഇതുകൂടാതെ സ്വതന്ത്ര എം.എൽ.എമാരുണ്ട്, CPM അംഗമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് ഘടകകക്ഷികളായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വോട്ട് ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാര്യം ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ മൊത്തം എടുക്കുകയാണെങ്കിൽ ജമ്മുവിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ എം.എൽ.എമാരുള്ളത്. 28 അംഗങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ 32 വോട്ട് എങ്ങനെ വന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ 3 എം.എൽ.എമാർ 3 രാജ്യസഭയിലേക്കുള്ള 3 അംഗങ്ങൾ എൻ.സിയുടെ ജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു അംഗവും ജയിച്ചിരിക്കുകയാണ്. സത് ശർമ്മ എന്ന് പറയുന്ന ഒരു നേതാവാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോഴും ഇപ്പോൾ വിജയിച്ച് നിൽക്കുമ്പോൾ പോലും ഈ 3 പേരെ വിജയിപ്പിച്ചപ്പോൾ പോലും നാഷണൽ കോൺഫറൻസിന് പ്രധാന പ്രശ്നമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ 4 വോട്ട് അധികമായി ലഭിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്.